ഓക്കെ. സോ ഇന്ന് നമ്മള് നിങ്ങൾക്കറിയാം ഇന്ന് വൺ ഓഫ് ദ ബ്ലെസ്ഡ് ഡേ ആണ്. നമ്മൾ മോർണിംഗ് കഫേ ഉള്ള ദിവസങ്ങളൊക്കെ ഞാനിപ്പോ ഇങ്ങനെ നോക്കുകയായിരുന്നു. എല്ലാ ദിവസവും ഒരു ബ്ലെസ്ഡ് ഡേയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? എന്തെങ്കിലുമൊക്കെ ആ ഡേയിന് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾക്കറിയാം ഇന്നെന്ന് പറയുന്നത് ആ, ഇവിടെ വന്ന് കുറേ കാലമായിട്ട് വരുന്നവർക്ക് അറിയാം, ഞാൻ എപ്പോഴും റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്: സത്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത്. സത്യം എന്തായാലും ഒരുപാടൊന്നുമില്ല, സത്യം ആകെ ഒറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ. ഒരു കാര്യത്തിൽ രണ്ട് സത്യം ഉണ്ടായിരിക്കില്ല, എല്ലാത്തിലും ഒറ്റ സത്യം ഉണ്ടായിരിക്കുള്ളൂ. സോ ഇന്നെന്ന് പറയുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ ആണ്. അസത്യത്തിന് മുകളിൽ സത്യം വിജയിച്ചൊരു ദിവസം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡേയിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു എനർജി നമുക്കും ഉണ്ടായിരിക്കും. അപ്പൊ ഇന്ന് ഒരു പ്രാവശ്യം കൂടി എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. പുതിയ ആളുകളുണ്ട്, കുറേ പേര് ലിങ്ക് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വാട്ട് എവർ, പുതിയ ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്നില്ല, അവരുടെ അടുത്തും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മോർണിംഗ് കഫേ എന്ന് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സൈഗോട്ട് ഗ്ലോബൽ മൈൻഡ് ഹബിന്റെ വളരെ ഫ്രീ ആയിട്ട് പബ്ലിക്കിനുള്ള ഒരു ഫ്രീ സെഷനാണ്. നമ്മളുടെ കുറേ പെയ്ഡ് പ്രോഗ്രാംസിന്റെ ഇടയിൽ എല്ലാ ആളുകൾക്കും വരാനും വന്നിരിക്കാനും ആരെയും കൊണ്ടുവരാനും പറ്റിയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്, അതായത് ഒരു ഫ്രഷ് സ്റ്റാർട്ട്. അത് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്. മോർണിംഗ് കഫേ എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഈ പേനയിൽ മഷി റീഫിൽ ചെയ്യുന്ന പോലെ റീഫിൽ ചെയ്തെടുക്കുക നമ്മളുടെ എനർജീനെ. ഇപ്പം സ്പിരിച്വൽ മെന്ററിംഗിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ഇവിടെയുള്ള ഓൾമോസ്റ്റ് പേര് സ്പിരിച്വൽ മെന്ററിംഗിൽ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഡെയിലി നമ്മൾ അതിനെ ഫ്രഷ് ബൂസ്റ്റപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ റമലാനിലെ എല്ലാ ദിവസത്തെയും നമ്മൾ ഏതെങ്കിലും തരത്തിൽ റിഫിൽ ചെയ്ത് ബൂസ്റ്റപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഏതൊരു കാര്യത്തിനെയും പുതുക്കിക്കൊണ്ടിരിക്കണം അല്ലെ? ഇപ്പൊ റമലാനിൽ നമ്മൾ നീയത്ത് വെക്കുന്ന സമയത്ത് നീയത്തിനെ കൊണ്ട് പറയില്ല, അതായത് 30 നോമ്പിനും നീയത്ത് എടുക്കുന്നു. ബട്ട് എങ്കിൽ പോലും നമ്മൾ നീയത്ത് പുതുക്കൽ ഒരു വല്ലാത്ത രസമാണ്. വുളു എടുത്തിട്ട് വുളു ഉണ്ടെങ്കിലും ഒന്നും കൂടി പുതുക്കുന്നത് ബെറ്റർ ആണെന്ന് പറയാറുണ്ട്. ദ സെയിം വേ നിയത്ത് നമ്മൾ പുതുക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് കാര്യത്തിനായി കഴിഞ്ഞാലും ഒരു പുതുക്കൽ നിർബന്ധമാണ്. ഇപ്പം ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അറിയാം, അതായത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കും അന്നാന്ന് എടുക്കുന്ന കാര്യം അന്നാന്ന് പഠിക്കാന്ന് പറയില്ലേ. അന്നിനാ ഈ അന്നാന്ന് പഠിക്കുന്നത്? ഇന്നെടുത്ത സാധനം ഒരു 10 കൊല്ലം കഴിഞ്ഞ് പഠിച്ചാൽ ഓക്കെ ആവും. അത് നമുക്കത് വായിച്ചാൽ മനസ്സിലാവാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് കണ്ടന്റ് ഓക്കെ അല്ലാത്തതുകൊണ്ടോ അതുകൊണ്ടൊന്നുമല്ല. എന്തുകൊണ്ടാണ് അന്നാന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്നാന്ന് തന്നെ പഠിക്കണം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഇൻഫോർമേഷൻ കേട്ട് കഴിഞ്ഞാൽ, ഒരു പുതിയൊരു കാര്യത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം അതേപോലെ നമ്മളുടെ ബ്രെയിനിലിരിക്കെ 24 ആണ്. എന്നിട്ട് നമ്മൾ അതിനെ ഒന്നും കൂടി ഇത് റിവൈസ് ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയില്ലേ കുട്ടികളുടെ അടുത്ത്, നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കെങ്കിലും വേണമെന്ന്, ഇന്ന് എന്താ എടുത്ത് അന്ന് വീട്ടിൽ പോയിട്ട് ഒന്ന് വായിച്ചു നോക്കെന്നെ വേണമെന്ന്. ഇവിടെ കുറെ പാരന്റ്സ് ഇരിക്കുന്നുണ്ട്, പാരന്റ്സ് മീറ്റിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ടേം തന്നെ ആയിരിക്കും അന്ന് എടുക്കുന്ന സംഭവം അറ്റ്ലീസ്റ്റ് അത് വായിച്ചു നോക്കാനെങ്കിലും പറയണം എന്നുള്ളത്. അത് അതുകൊണ്ടാ, അല്ലാണ്ട് പിറ്റേ ദിവസം വായിച്ചു നോക്കുമ്പോൾ അത് മറന്നു പോകുന്നുള്ളതുകൊണ്ടല്ല. അപ്പൊ അതിന്റെ അതേ എഫക്റ്റോട് കൂടെ അന്ന് എങ്ങനെയാണോ സെഷനിൽ ഇരുന്നത് അതിന്റെ സെയിം എനർജിയോട് കൂടെ അത് ചെയ്യുന്ന സമയത്ത് അത് തലന്റെ ഉള്ളിൽ അങ്ങോട്ട് പതിഞ്ഞു പോയിക്കോളും. ഒറ്റ പ്രാവശ്യം കേട്ട് തന്നെ വിത്തിൻ 24 അവർ നമ്മൾ റിവൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കുള്ളിൽ പതിഞ്ഞു പോയിക്കോളും. ഓക്കെ. സോ ഇതേപോലെയാണ് ഇത് പുതുക്കാൻ വേണ്ടി നമ്മൾ എല്ലാരും ഇങ്ങനെ പറയാറുണ്ട് അല്ലെ. ഇന്ന് അന്ന് ബുക്ക് എടുത്ത് നോക്ക്, ഇന്നൊന്ന് പോയി പഠിച്ചു നോക്ക്, ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യം. എന്നാൽ ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ എത്രമാത്രം ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ പുതുക്കണം. അപ്പോൾ സൈഗോട്ടിലാണെങ്കിൽ അറിയാം നിങ്ങൾക്ക്, ചില ഡേയ്സിൽ ഞാൻ എന്ത് ചെയ്യും, എന്താണോ സെഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് സ്പെഷ്യൽ ടാസ്കുകൾ തരും. ഡെയിലി ടാസ്ക് ഉള്ളതിന് പുറമെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ടാസ്കുകൾ തരും. അപ്പൊ നിങ്ങൾ ആ ടാസ്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കും നിങ്ങൾ ഇതുവരെയും ഇവോൾവ് ചെയ്തിട്ടുള്ള ഒരു ഫേസും ആ ടാസ്കും തമ്മിൽ എന്തോ ഒരു ഹിഡൻ കണക്ഷൻ ഉണ്ടായിരിക്കും. ഈവൻ അതുമായി ഒരു ബന്ധവുമില്ലാത്ത ടാസ്ക് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ പോലും ടാസ്ക് ചെയ്തു വരുന്ന സമയത്ത് ഈ സെഷൻസും ഈ കാര്യങ്ങളും നിങ്ങളുടെ ഓൺ ലൈഫും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ മോർണിംഗ് കഫേ മുതൽ ഈ മോർണിംഗ് കഫേ വരെ എത്ര പേര് ചെയ്തു എന്ന് എനിക്കറിയില്ല. നമ്മളുടെ ഇൻസ്റ്റാ പേജിൽ ഓരോ ദിവസത്തേക്കുമുള്ള ടാസ്കുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടാസ്ക് കൃത്യമായിട്ട് ചെയ്തവർക്ക് എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്: ഈ റഹ്മത്തിന്റെ 10 കഴിഞ്ഞ് മാഫിറത്തിന്റെ 10 എന്ന് പറഞ്ഞത് അവർക്കൊരു സ്പെഷ്യൽ ആയിരിക്കും.
റൈറ്റ്? ടാസ്ക് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം. കാരണം എങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്റ്റേറ്റ് ആക്സസ് ചെയ്യുക എന്നുള്ളത്, അതായത് നമ്മൾ ഇങ്ങനെ എപ്പോഴും ഈ വായ കൊണ്ട് പറച്ചിൽ മാത്രമല്ലാതെ നമ്മൾ അതിലങ്ങോട്ട് ജീവിച്ചു തുടങ്ങുന്ന ഒരു മൊമെന്റ് ഉണ്ട്. എപ്പോഴും നമ്മൾ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുക. നമ്മൾ പറയില്ലേ, ലൈക്ക് ആരെങ്കിലും കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത്. അപ്പൊ നമ്മളായിട്ട് അതിലായിട്ടിരിക്കുമ്പോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ല ഫേസ് ചെയ്താ നിങ്ങളായിട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല ഏറ്റവും ഇഷ്ടം. മറ്റാരോ ആയിട്ട്, ലൈക്ക് ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് ജീവിക്കാനോ അല്ലെങ്കിൽ ആരൊക്കെയോ തരുന്ന ഒരു ടൈം ടേബിൾ അനുസരിച്ച് ഇങ്ങനെ റോബോട്ടിനെ പോലെ പോവാൻ ആർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും ഇഷ്ടം അവനവനാവാൻ വേണ്ടിയിട്ടാ. ഞാനായിട്ടൊന്ന് മനസ്സിലാക്കൂ എന്നുള്ളത് മാത്രമേ നമുക്ക് മറ്റൊരാളോട് പറയാനുള്ളൂ. സോ നിങ്ങളായിട്ട് മനസ്സിലാക്കണം എങ്കിൽ, ലൈക്ക് ആ നിങ്ങൾ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആണെങ്കിൽ പിന്നെ ഇഷ്യൂ ഇല്ലല്ലോ. നിങ്ങളായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കണം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പാകപ്പെടുന്ന തരത്തിൽ ഇവോൾവ് ചെയ്തിട്ടുള്ള ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ തന്നെ വേർഷൻ നിങ്ങൾക്ക് ആകാൻ വേണ്ടി പറ്റും എന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ ഒരു പ്രയാസമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഓരോ സെഷനിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെയുള്ള മെജോറിറ്റി ആളുകളും അറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളാകുക എന്നുള്ളിടത്ത് തന്നെ, മറ്റൊന്നും വന്ന് കൊണ്ടുവെക്കാണ്ട് മറ്റൊരാളുടെ ഇമോഷനെയും ചേർത്ത് വെക്കാണ്ട് ആ ഒത്തന്റിക് നിങ്ങളായിട്ട് ആ ഹയസ്റ്റ് പൊസിഷനിൽ നിങ്ങൾ എങ്ങനെ ആകണം എന്ന് ആഗ്രഹിച്ചോ അതിലേക്ക് നിങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് എടുത്തോണ്ടിരിക്കുകയാണ്. റൈറ്റ്? സോ ഈ സ്റ്റെപ്പിങ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമുക്ക് പുതുക്കൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം. അപ്പൊ നേരത്തെ കുട്ടി സ്കൂളിൽ പോയിട്ട് ഓരോ ദിവസത്തേക്കുള്ള പാഠഭാഗങ്ങൾ അന്ന് തന്നെ ജസ്റ്റ് പഠിച്ചു പോരുന്ന അതേ ഫീലില് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പെയ്ഡിലുള്ളവരല്ലാത്തവരും, ഇത് മൊത്തം പബ്ലിക്കിനാണല്ലോ മോർണിംഗ് കഫേ. സോ മോർണിംഗ് കഫേയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, എല്ലാ ദിവസവും, അതായത് ഒരു ശനിയാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെ നമ്മൾ ഒരു തരത്തിൽ എന്താണ് പുതുക്കാണ്. അതായത് ഈ ശനിയാഴ്ച കിട്ടിയ ഒരു എനർജി കറക്റ്റ് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ നമ്മൾ ഒന്നും കൂടി റീഫിൽ ചെയ്യും. ഒരേ പാനന്റെ ട്യൂബ് നമുക്ക് റീഫിൽ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ട്യൂബ് കുറെ കാലം നീണ്ടു നിൽക്കുമല്ലോ. റൈറ്റ്? ഇതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ആ പാനന്റെ ട്യൂബായിട്ട് നിങ്ങളൊന്ന് കണ്ടാൽ മതി. നിങ്ങൾ ഡിസ്പോസിബിൾ പേനാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും മടുപ്പായിരിക്കും. നിങ്ങൾ ഡിസ്പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ ഒക്കെ നിങ്ങളൊന്ന് എറിഞ്ഞിട്ടിന്നെങ്കിൽ എന്നാ വിചാരിക്കുക. ബട്ട് നിങ്ങൾ റീഫിൽ ചെയ്യാൻ പറ്റുന്ന ട്യൂബ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അതിങ്ങനെ മഷി തീരാറാവുകയാണെന്ന് തോന്നുമ്പോൾ നിങ്ങൾ എവിടുന്നാണോ ഇങ്ക് കിട്ടിയത് അങ്ങോട്ടേക്ക് ഓടാൻ തുടങ്ങും. റൈറ്റ്? അപ്പോ ഇതിൽ ഏത് പേന ആവണം എന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടേ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പോസിബിൾ ആവാം, അതായത് അതിന്റെ എനർജി കുറഞ്ഞ് വരുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് എന്തില്ല, ബാക്കിൽ നിന്ന് പുഷപ്പ് ഇല്ല. വേറെ ആരും ആയിക്കൊണ്ട് മഷി നിറച്ചിട്ടും കാര്യമൊന്നുമില്ല, അത് ഓടൂല. അപ്പോൾ ഒരു സഹായം കിട്ടിയാൽ പോലും റെഡി ആവാത്ത പേനാവാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ശ്രമിക്കാം, ഇറ്റ്സ് ഫൈൻ. അതൊക്കെ ഓരോരുത്തർക്ക് ഡിപ്പെൻഡ്. പക്ഷേ റീഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പേരിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു തോട്ട് പ്രോസസ് എന്തായിരിക്കും, ആ ഞാനിപ്പോൾ ഇത് തീരാൻ വേണ്ടി പോയാൽ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയി കഴിഞ്ഞ് ഞാനൊന്ന് റീഫിൽ ആയി പോരും, എനിക്ക് ബാക്ക് സപ്പോർട്ട് ഉണ്ട്. സോ അങ്ങനെ റീഫിൽ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പേനകളാണ് എങ്കിൽ ഡെഫിനറ്റ്ലി അവരെന്ത് ചെയ്യും, എല്ലാ മോർണിംഗ് കഫേയിലും മെഡിറ്റേഷൻ പോലും സ്കിപ്പ് ആക്കാണ്ട് ക്ലിയർ ആയിട്ട് വീഡിയോ മോഡിൽ വന്നിരിക്കും റീഫിൽ ചെയ്യണം എങ്കിൽ. ഓക്കെ? സോ ഈ എല്ലാത്തിനും നമുക്കൊരു എനർജി ടു എനർജി കണക്ഷൻസ് ഉണ്ട്. അപ്പൊ എൻ്റെ എനർജി കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടണം എങ്കിൽ നിങ്ങൾ അലൈവ് ആയിട്ട് ഇരിക്കല്ലാണ്ട് വേറൊരു വകുപ്പും ഇല്ല. നിങ്ങൾ സാധാരണ നമ്മൾ ഓൺലൈൻ ക്ലാസ് കേൾക്കുന്ന പോലെ ഫോൺ ഓരോരുത്തർ ഓൺ ആക്കിയിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ നമ്മളെ മുഖം മറ്റുള്ളവർ കാണുമ്പോൾ നമ്മൾ ബോധം കെട്ട് വീഴാണെങ്കിൽ നമുക്ക് അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. സ്റ്റെപ്പ് ഇൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അതായത് ലൈഫ് ഇങ്ങനെയൊന്നും പോയാൽ പോരാ, സെറ്റ് ആക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് മോർണിംഗ് കഫേ. അപ്പൊ അതിനാദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ. അല്ലാണ്ട് നമ്മളെ ലൈഫിൽ വേറൊരാളും വന്നിട്ട് മഷി നടക്കൂല. നടക്കണമെങ്കിൽ നമ്മൾ തന്നെ പേനയിൽ നമ്മൾ തന്നെ പോയിട്ട് ഇങ്കിൽ പോയി ഡിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. സോ എനർജി റീഫില്ലിംഗ് ആണ് എല്ലാത്തിനെ സംബന്ധിച്ചിടത്തോളം. ആഴ്ചയിൽ ഒരിക്കൽ പുതുക്കുന്ന പോലെ മാസത്തിൽ ഒരിക്കൽ പുതുക്കണം, വർഷത്തിൽ ഒരിക്കൽ പുതുക്കണം. സോ ഇൻഷാല്ലാ നിങ്ങൾക്ക് വെരി സൂണ് നമ്മൾ അതിനും കൂടി പറ്റുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുക്കിംഗ് ആണ്, ഓൺ പ്രോസസ്സാണ്.
സോ ഈ ഒരു റീഫില്ല് ഇവിടെ വന്നവർക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരൊറ്റ മോർണിംഗ് കഫേയും മിസ്സാക്കാണ്ടത് 18ാമത്തെ മോർണിംഗ് കഫേ ആണ്. 18 മോർണിംഗ് കഫേയിലും അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നേരം വെളുത്തേക്കന്നെ ബാക്കി മനുഷ്യന്മാർക്ക് വേറെ പണിയൊന്നും ഇല്ലാതിട്ടാണോ? നോ, നമുക്ക് ഉറങ്ങിക്കൂടെ? ഇതൊന്നുമില്ലാണ്ട് ഇത് റീഫിൽ ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ വന്നിരിക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നും അവരുടെ ലൈഫിലേക്ക് കിട്ടുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ട്. ഇത് ലൈഫിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന ഒരു എനർജിയാണ്. സോ ഇത് പുതുക്കുമ്പം കുറച്ചും കൂടി സ്മൂത്ത് ആവണം അല്ലേ? എന്തൊരു സാധനം നമ്മൾ എക്സ്ട്രാ ഗ്രീസ് ആഡ് ചെയ്യുന്ന പോലെയാണ്. ഫ്രിക്ഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ട്. ഏത് ഫ്രിക്ഷൻ? നിങ്ങളും നിങ്ങളുടെ ജീവിതവും തമ്മിൽ ഇങ്ങനെയായിരുന്നു കുറച്ചു കാലം. നിങ്ങളും നിങ്ങളുടെ ജീവിതവും തമ്മിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുക. ലൈക്ക് ഇപ്പം എൻ്റെ കൈമ 2 മോതിരമുണ്ട്. ഈ 2 മോതിരം കൂടി ഇങ്ങനെ കൂട്ടിമുട്ടുന്ന സമയത്ത് ഈ മോതിരം എത്ര ഭംഗിയുള്ളതായാലും ഈ മോതിരം എത്ര ഭംഗിയുള്ളതായാലും ഇത് കൂട്ടിമുട്ടുമ്പോൾ ഇത് ഉരസുന്ന സമയത്ത് എനിക്ക് തന്നെ ഇറിറ്റേഷൻ ആവും, റൈറ്റ്? അപ്പൊ ഇതിന്റെ ഭംഗിയോ അല്ലെങ്കിൽ ഇതിന്റെ വിലയോ ഇതൊന്നും എനിക്ക് നോക്കാൻ പറ്റില്ല. ഇത് കൂട്ടിമുട്ടുമ്പം എനിക്ക് ഫ്രിക്ഷൻ സംഭവിക്കുന്നു, എനിക്കിത് ഇറിറ്റേറ്റ് ആയി പോകുന്നു. ഇതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് എങ്കിൽ, അതായത് ഈ ഒരു ജീവിതവും അതേപോലെ ഞാനും എന്നുള്ളത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ആണെങ്കിൽ കൈ ഇങ്ങനെ എത്ര ചലിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഇത് ഇങ്ങനെ ചലിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്മൂത്ത് ആയി, റൈറ്റ്? അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഇങ്ങനെ കിടന്നിട്ട് അമർന്ന് അതിലിങ്ങനെ വേദനിക്കുന്ന സമയത്ത് അവിടെ മുറിപ്പാടുകൾ ഉണ്ടാകുന്നു, അതിൽ നിന്ന് ബ്ലഡ് വരുന്നു, നിങ്ങൾ തന്നെ ഇല്ലാണ്ടാകുന്നു, നിങ്ങളുടെ ഹോൾ ഇമോഷൻസ് ലീക്ക് ചെയ്യുന്നു. സോ ഇതിൽ നിന്നും നിങ്ങൾ എപ്പോഴാ സെറ്റ് ആവുക? ഇവിടെ സ്മൂത്ത് ആയിട്ട് ഈ ഭാഗത്തു നിന്ന് ഒരു വിട്ടുവീഴ്ച വരികയാണെന്നുണ്ടെങ്കിൽ, ലൈഫും നിങ്ങളും തമ്മിൽ ഒരു സ്മൂത്ത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വളരെ ഹാപ്പി ആയിട്ട് പോകും. സോ പുതുക്കലിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ 2 റിങ് നോക്കിയാൽ തന്നെ അറിയാം പുതുക്കലിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. അപ്പൊ ഇത് ഓരോ തവണ പുതുക്കുന്ന സമയത്തും ഇതിന്റെ ഫ്രിക്ഷൻസ് വളരെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ഇത് തമ്മിൽ ഒരു അകലം വരുന്നു. ലൈക്ക് എന്ന് പറയുമ്പോൾ ജീവിതവും ഇത് തമ്മിൽ അകലം വരുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിലെ റിലേഷൻഷിപ്പ് അടുക്കല്ലേ ചെയ്യുന്നത്? ഇങ്ങനെ അമരുമ്പോൾ വേദന ഉള്ള സാധനം ഇങ്ങനെ ആക്കുമ്പോൾ വേദന അല്ല എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയി, റൈറ്റ്? സോ നിങ്ങളുടെ ജീവിതവും നിങ്ങളും തമ്മിൽ ഉരസി ഉരസി വേദനിപ്പിച്ചെടുത്തുന്ന നിങ്ങളുടെ ജീവിതവും നിങ്ങളും തമ്മിൽ ഒരു വല്ലാത്ത തരത്തിലുള്ള ബോണ്ടിങ്, ഒരു ഹാപ്പിനെസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പറഞ്ഞു വന്നതെല്ലാം ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? നിങ്ങളുടെ പുതുക്കലാണ്. ഈമാനിനെ നിങ്ങൾ പുതുക്കണം എന്ന് പറയും. എല്ലാത്തിനെയും നമ്മൾ പുതുക്കണം. ഒന്നും ഈ പഴയ സാധനമായിട്ട് പോകാൻ പാടില്ല എന്നല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിങ്ങനെ പുതിയ കുട്ടികളൊക്കെ കാണുന്ന സമയത്ത് ഇതൊക്കെ ന്യൂജനാണ്, ഞാൻ ഓൾഡ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പോയി. നിങ്ങൾ ഭയങ്കര ഓൾഡ് ആണ്, നിങ്ങൾ ഫുൾ തള്ള വൈബാണ്, ബാക്കിയുള്ളവരൊക്കെ ന്യൂജൻ ആണ് എന്നുള്ള ഒരു സാധനം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പോയി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാലത്തും ന്യൂ ജനറേഷൻ ഉണ്ട്. നമ്മൾ ന്യൂജൻ ആയിരിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മളുടെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിച്ച സെയിം ഇഷ്യൂസ് തന്നെയാണ് നമ്മൾ ഇപ്പോഴും അനുഭവിക്കുന്നത്. ഡെഫിനറ്റ്ലി നമ്മളെ പാരൻസിന് നമ്മൾ ഉണ്ടായ സമയത്ത് അവരെന്താ പറഞ്ഞിട്ടുണ്ടാവുക? പുതിയ മക്കളാണ്, എങ്ങനെ ജീവിക്കാൻ പോണെന്ന് അറിയില്ല, നമ്മൾ ജീവിച്ച പോലെ ഒന്നും അല്ല അവര്, ഉറപ്പല്ലേ? അങ്ങനെ തന്നെയല്ലേ നമ്മളുടെ പാരൻസ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക? നമ്മളെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ന്യൂജൻ ആണ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശേഷം വന്നിട്ടുള്ള ആരെ കാണുമ്പോഴും ആ ന്യൂജൻ വൈബ് നമുക്ക് അടിക്കും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ റസൂൽ എന്ന് പറയുന്നത് 1400 പരം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ജീവിച്ചിരുന്നത്. എന്നാൽ ഇന്ന് 2026 എത്തുന്ന സമയത്തും ഇന്നത്തെ യങ് ജനറേഷൻ അടക്കം അതിൽ മാതൃകയുണ്ടെന്ന് പറയുമ്പോൾ ഈ റസൂലിന്റെ ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ റസൂല് ഏറ്റവും അവസാന കാലത്തിൽ വരെ അത്ര ഈസിഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് ഫീൽ ചെയ്യുക പോലും ഉണ്ടായിരുന്നില്ല. എപ്പോഴും യൂത്ത് ആയിരുന്നു, പ്രസരിക്കുന്ന യൗവനത്തിനുടമയായിരുന്നു റസൂൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ റസൂൽ അന്നും ഇന്നും ന്യൂജനാ. ഇന്ന് എനിക്കറിയാം, വളരെ പേഴ്സണലി അറിയാം, ഇന്നത്തെ വളരെ ചെറിയ കുട്ടികൾക്കടക്കം നമ്മളിങ്ങനെ 2K എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മോശമായിട്ടാണ് പല ആളുകളും ചിത്രീകരിക്കുന്നത്. എന്നാൽ പ്രവാചകരെ റോൾ മോഡലാക്കി ജീവിക്കുന്ന കുറേ കുട്ടികളെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. സോ ദിസ് എങ്ങനെ പറ്റുന്നു അവർക്ക് അവരുടെ വൈബിനനുസരിച്ച് ഒത്തുപോകാന്? അത്രയും നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു മനുഷ്യന് പറ്റുന്നു എന്ന് പറയുമ്പം ഈവൻ ദ പ്രവാചകര് ന്യൂജനായിരുന്നു. അതെങ്ങനെ? ആ സെൻസ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും എല്ലാവരും ന്യൂജനാണ്. അപ്പൊ നമ്മൾ നമ്മളുടെ പ്രീമിയം വേർഷൻ ആവുക, നമ്മൾ നമ്മളുടെ അപ്ഡേറ്റഡ് വേർഷൻ ആവുക. ഈ അപ്ഡേഷൻ ഒക്കെ സംഭവിക്കണമെങ്കിൽ എന്താ ഞാൻ പറയുന്നത്? അപ്ഡേഷൻ മസ്റ്റ് ആണ്. അപ്ഡേഷൻ ഇല്ലാത്ത ഒരു സാധനവും നടക്കൂല. ഏത് ഫോൺ ആയാലും ഏത് ഗാഡ്ജറ്റ് ആയാലും അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ആയി പോകും.
സോ ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്, കർമ്മങ്ങൾ എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ റമദാനിൽ ഒരു ബ്ലെസ്ഡ് ഡേയിലായിരിക്കുന്നത്. സോ ഈ ഡേ നമുക്ക് എന്താവണം? കഴിഞ്ഞ ഓരോ ദിവസങ്ങളുടെയും പുതുക്കലാകണം. ഓരോ വർഷവും റമദാൻ 17 ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നു അതെന്നുകൂടി നമ്മൾ ഹിസ്റ്റോറിക്കലി മനസ്സിലാക്കി അതിന്റെ എനർജി ആക്സസ് ചെയ്ത് അതിൽ പുതുക്കി ജീവിക്കുന്ന സമയത്ത് ഫ്രം ദിസ് ഡേ ടു നെക്സ്റ്റ് ഇയർ നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്ത തരത്തിലുള്ള പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ പോസ്റ്ററിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വ്രതം. വ്രതം എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ മോർണിംഗ് കഫേയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്രതം എന്ന് പറയുമ്പോൾ, നോമ്പ് എന്ന് പറയുമ്പോൾ അത് എല്ലാ കാലത്തും സംഭവിച്ചിട്ടുണ്ട്. നോമ്പ് നിർബന്ധമാക്കിയിട്ട് ആയത്ത് അവതരിപ്പിക്കുമ്പം അതിൽ പറഞ്ഞത് എന്താ? നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കുന്നു. സോ നമുക്കതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇപ്പം അതായത് എല്ലാ കാര്യത്തിന്റെയും ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററി നമുക്കറിയില്ല. അപ്പോൾ ഈ നമ്മൾ കേട്ടില്ല, ഇപ്പൊ ഇസ്രാ മെഹ്റാജിനൊക്കെ പറ്റി പറയുന്ന സമയത്ത് ആഹ് റസൂല് കയറിയിട്ടുള്ള ഒരു വാഹനത്തിനെ പറ്റി പറയുന്നുണ്ട്, ബുറാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബുറാക്കിന്റെ മുകളിൽ റസൂല് കയറിയ സമയത്ത് ബുറാക്ക് ഒന്നിങ്ങനെ കുടയുന്നുണ്ട്. അപ്പൊ കുടഞ്ഞപ്പം ജിബ്രീൽ അലൈഹിസ്സലാം ബുറാക്കിനോട് പറയാം, നീ എന്താണ് ചെയ്യുന്നത്? ഇത് പ്രവാചകരിൽ ഏറ്റവും ഉത്കൃഷ്ടനായ മുഹമ്മദ് റസൂലുള്ള ആണ് കയറിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നീ കൊടയണ്ട, നീ കാമായിട്ടിരിക്കെ. നിന്റെ പുറത്ത് ഇത്രയും കാലം കയറിയവരിൽ ഏറ്റവും ഉത്കൃഷ്ടനാണ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അറിയാത്തൊരു ഹിസ്റ്ററിയുടെ ഒരു ചെറിയൊരു പിൻ പോയിന്റ് നമുക്ക് ഇട്ടിട്ടുണ്ട്, ഹുക്ക് ഇട്ട് തരുന്നുണ്ട്. ഈ റീൽസിലൊക്കെ നമ്മൾ ഹുക്ക് ഇടുന്ന പോലെ ഒരു ഹുക്ക് അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം ബാക്കിയാക്കുന്നുണ്ട്. അതായത് ബുറാക്കില് റസൂല് മാത്രമല്ല കയറിയിട്ടുള്ളത് എന്നുള്ളത്. എന്നാൽ നമുക്ക് വേറെ ആരെ പറ്റിയിട്ട് അറിയൂല. വേറെ ആരെങ്കിലും കയറിയ ചരിത്രം നമുക്ക് അറിയില്ല. നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു തരത്തിലുള്ള സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഇല്ല. ബട്ട് എങ്കിൽ പോലും ചില കാര്യങ്ങളുടെ ഒരു ഹുക്കിൽ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. സോ നമ്മളുടെ ലൈഫും എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഓരോ മൊമെന്റും നമുക്ക് പോലും അറിയാത്ത എത്രയോ രഹസ്യങ്ങളിലേക്കുള്ള ഹുക്കാണ്. അപ്പൊ ഇതിനെയെല്ലാം നമ്മൾ പുതുക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാകേണ്ട ഒരു അവയർനെസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇരിക്കുന്ന ഇടത്തെ പറ്റി നമ്മൾ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കണം. റെഡി? സോ ഇത് റമലാൻ ആണ്. ഈ റമലാൻ എന്ന് പറയുന്ന സമയത്ത് നെക്സ്റ്റ് 11 മാസത്തേക്കുള്ള എനർജീനെ നമ്മൾ റീഫിൽ ചെയ്യാണ്. നെക്സ്റ്റ് 11 മാസത്തേക്ക് നമ്മൾ നമ്മളുടെ എനർജിനെ റീഫിൽ ചെയ്യാണ്. അടുത്ത റമലാൻ വരെ നമ്മൾ എല്ലാ തരത്തിലും ബെസ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ഫീൽഡ് ആണിത്, അല്ലെ? നമ്മൾ ഏതൊരു പൊസിഷനിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ട്രെയിനിങ്ങിന് വിധേയമാകും. ഏത് ജോലിക്ക് നിങ്ങൾ പോകുകയാണെങ്കിലും നിങ്ങൾ ട്രെയിനിങ്ങിന് വിധേയമാകും. ഏത് മത്സരത്തിന് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ട്രെയിനിങ്ങിന് വിധേയമാകും. സോ നിങ്ങൾ ഈ ദുനിയാവിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരിക്കേണ്ട കുറേ സാധനങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്കെല്ലാം കിട്ടി, ബട്ട് നമ്മളിങ്ങനെ വളരെ അൺഹെൽത്തി ആയിട്ട് എപ്പോഴും വയ്യാതിരിക്കുകയാണ് എങ്കിൽ നമുക്ക് കിട്ടിയതും ഒന്നും വലിയൊരു രസം ഉണ്ടായിരിക്കില്ല, അത് ആസ്വദിക്കാൻ നമുക്ക് പറ്റൂല, റൈറ്റ്? എന്നാൽ ഇതേപോലെ തന്നെ നമ്മൾ ഫിസിക്കലി ഒക്കെ ഫിറ്റ് ആണ്, ബട്ട് മെന്റലി നമ്മൾ ഭയങ്കര ഡൗൺ ആണ്. നമ്മളുടെ റിലേഷൻഷിപ്സ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. നമുക്ക് മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രഗിൾസ് വരുന്നുണ്ട്. നമ്മൾ ആരും മനസ്സിലാക്കണില്ല. എപ്പോഴും പരാതി, പരിഭവങ്ങൾ, സ്ട്രെസ്, ഇഷ്യൂസ്, ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ മാത്രമാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നമ്മൾക്ക് ആ ജീവിതത്തോട് നേരത്തെ പറഞ്ഞ പോലത്തെ ഫ്രിക്ഷൻ ആയിരിക്കും അനുഭവപ്പെടുക. എന്നാൽ ഇതെല്ലാം കിട്ടിയിട്ടും സ്പിരിച്വലി സെറ്റ് ആവാത്തവരുടെ പ്രത്യേകത എന്താ? അവർക്ക് ഇവിടെ ആർക്കെങ്കിലും സ്പിരിച്വലി വീക്ക് ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറഞ്ഞുതരാം. നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. സ്പിരിച്വൽ വീക്ക്നെസ് ഉള്ളവരുടെ ഏറ്റവും പ്രത്യേകത അതാണ്. നിങ്ങൾ സ്പിരിച്വലി ഓക്കെ ആണോ അല്ലേ എന്നുള്ളത് ഒറ്റ കാര്യത്തിൽ മനസ്സിലാക്കിയാൽ മതി. എത്ര പേരുണ്ട് ഇവിടെ? 18 പേര്. 18 പേർക്ക് മനസ്സിലാക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു പണി ഞാൻ പറഞ്ഞുതരാം. അതായത് എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ എത്ര ഗ്രേറ്റ്ഫുൾ ആളുകൾ ഒരു 10,000 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയാലും എന്തോ ഒരു സാധനം ഇങ്ങനെ മിസ്സാവുന്ന ഒരു ഫീൽ ഉണ്ടായിരിക്കും. അതെന്താന്ന് നിങ്ങൾക്ക് പറയാനും പറ്റൂല. എന്തോ ഒരു സാധനം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എന്തോ ഒരു കുറവ്. ഇതാണ് സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ആൾക്കാരുടെ പ്രത്യേകത. അവർക്ക് ഈ ഭൂമിയിൽ എന്ത് തന്നെ കിട്ടിക്കഴിഞ്ഞാലും അവരെന്തോ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്.
എന്നാൽ സ്പിരിച്വലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഭൂമിയിൽ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അവർക്ക് ഇന്നിപ്പോ ഭൂമി അങ്ങോട്ട് വീഴാണ് എന്നിപ്പോ അല്ലെങ്കിൽ ഇന്നിപ്പോ യുദ്ധം ചെയ്ത് നമ്മൾ എല്ലാവരും കൊണ്ട് മരിക്കാൻ ചോദിച്ചാൽ അവർക്കൊരു പ്രശ്നമില്ല. ലൈക്ക് അവർ എക്സ്ട്രീം ആൻഡ് എക്സ്ട്രീം സാറ്റിസ്ഫാക്ഷനിലായിരിക്കും അവർ ജീവിക്കുന്നുണ്ടായിരിക്കുക. ഇതാണ് ആ രണ്ട് ടീമിന്റെ പ്രത്യേകത. അപ്പൊ ഇതിൽ ഏത് ടീമിലാണ് നിങ്ങൾ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്തുണ്ടായാലും എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളി നിങ്ങൾ സ്പിരിച്വലി ഭയങ്കര വീക്കാണ്. അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ട്. So if you want to update, come to me. സോ ഈ അപ്ഡേഷൻ അത് എല്ലാ തരത്തിലും നമുക്ക് നടന്നുകൊണ്ടിരിക്കണം. ഫിസിക്കലി നമ്മൾ അപ്ഡേറ്റ് ആവണം, മെന്റലി നമ്മൾ അപ്ഡേറ്റ് ആവണം, സ്പിരിച്വലി നമ്മൾ അപ്ഡേറ്റ് ആവണം. ഇത് ഏത് റലമിൽ നമ്മൾ മിസ് ഔട്ട് ആയി കഴിഞ്ഞാലും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഇന്ന് നമ്മളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കാം, എങ്ങനെയായിരുന്നു പാസ്റ്റ് ഫാസ്റ്റിംഗ് ഡേയ്സ്. നമുക്ക് ഈ ഇയർ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുമ്പത്തെ ഇയറിനെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, മുമ്പത്തെ ഇയേഴ്സ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെ ആയിരുന്നു നമ്മളുടെ ഡേയ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ്. സോ സ്പിരിച്വലി ഒക്കെ നമ്മൾ ബെറ്റർ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എങ്കിൽ, നോട്ട് റിച്വലി, സ്പിരിച്വലി നമ്മൾ ബെറ്റർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് റിച്വലി സെറ്റായി പോവും. ഞാൻ കൂടുതൽ ഇൻസിസ്റ്റ് ചെയ്ത് പറയാ സ്പിരിറ്റ് വെച്ച് സെറ്റാക്കുക എന്നുള്ളതാണ്. കാരണം മനുഷ്യരിൽ ഏറ്റവും മഹോന്നതൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിമിനെക്കാളും ഹയസ്റ്റ് പൊസിഷൻ ഒരു മുഅ്മിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഒരു മുസ്ലിം എന്ന് പറയുന്നതിനേക്കാളും ദ ഹയസ്റ്റ് പൊസിഷൻ ഒരു മുഅ്മിൻ എന്ന് പറയുമ്പോഴാണ് ഇസ്ലാമിക് പേഴ്സ്പെക്റ്റീവില്. അല്ലാത്തവരാരും ഇന്ന് സെഷനിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി അല്ലാത്തവരായി കഴിഞ്ഞാൽ ഏത് മതത്തിലായി കഴിഞ്ഞാലും ഇപ്പോൾ ഹിന്ദു മതത്തിൽ ഒരു നോർമൽ ഹിന്ദുസ് എന്ന് പറയുന്നതിനേക്കാളും അവരിൽ ഹയസ്റ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ, അവരിൽ ഹയസ്റ്റ് ആയിട്ട് സ്പിരിച്വലി എലവേറ്റ് ചെയ്തവർ എന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ബഹുമാനമുള്ള പൊസിഷൻ ആണല്ലോ. ആൻഡ് ഓൾസോ ആ പൊസിഷനിലുള്ള ആൾക്കും അവരും അവരുടെ ദൈവവും തമ്മിലുള്ള കണക്ഷൻ അത്രമാത്രം ഓക്കെ ആയിരിക്കും, റൈറ്റ്? ദാറ്റ്സ് കോൾഡ് സ്പിരിച്വാലിറ്റി. സ്പിരിച്വൽ, ആത്മാവ് തന്നവനും ആത്മാവും തമ്മിലുള്ള ബന്ധം. അത് ആ പൊസിഷനിൽ എത്തിയവർക്ക് മാത്രമായിരിക്കും ഹൂ ഈസ് എനിക്ക് ആത്മാവ് തന്നവൻ എന്ന കൃത്യമായ ബോധം ഉണ്ടായിരിക്കുള്ളൂ. സോ ആരുമായിക്കോട്ടെ, അത് ഏത് റിലീജിയൻ ആയിക്കോട്ടെ, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആത്മാവും ആത്മനാഥനും തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ അതിനെ പുതുക്കലാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തിലെ ഒരു മാസമാണ് ട്രെയിനിങ് പീരീഡ്. ഒരു വർഷത്തിൽ ഒരു മാസം, ഒരു വർഷത്തിൽ എല്ലാ ദിവസവും എന്തില്ല, ട്രെയിനിങ് പീരീഡ് ആയിട്ട് കൊടുത്തിട്ടില്ല, ഇത്രമാത്രം ഫോക്കസ്ഡ് ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ നെക്സ്റ്റ് വരുന്ന 11 മാസത്തേക്ക് എല്ലാ തരത്തിലും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മൾ പുതുക്കുന്നത്? എല്ലാ സെൻസിലും നമ്മൾ പുതുക്കുന്നുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ പുതുക്കുന്ന കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ബോഡീനെ വല്ലാത്ത രീതിയിൽ പുതുക്കുന്നുണ്ട്. നമ്മളുടെ ബോഡി നമ്മൾ അറിയുന്നില്ല. അതായത് നമ്മളുടെ ബോഡിക്ക് ഈ അധികം, അതായത് പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് എന്താ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്, ജീവിതശൈലി രോഗങ്ങൾ. ലൈക്ക് ഷുഗർ ഉണ്ട് എല്ലാവർക്കും, പ്രഷർ ഉണ്ട് എല്ലാവർക്കും, PCOD, അതേപോലെ അങ്ങനെ എന്തൊക്കെയൊക്കെയാണോ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ റീസൺസ് ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യം എന്താ, ഒന്ന് നമ്മളുടെ പാറ്റേൺസ്, ലൈഫ് പാറ്റേൺ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. നൈറ്റ് ലൈഫിന്റെ കാലഘട്ടമായി മാറിയില്ലേ, ഡേ മാറിയിട്ട് രാവ് പകലാക്കുന്നവര്. പണ്ട് നിങ്ങൾക്ക് എന്താ അറിയാം, നിങ്ങളുടെയൊക്കെ വീട്ടില് എത്ര പേര് പഴയ പോലെ കറക്റ്റ് ടൈം ടേബിൾ പോലെ രാത്രി കിടന്നുറങ്ങുന്നുണ്ട്? എന്താണ് രാത്രി ലേറ്റ് ആയിട്ടേക്ക് കിടന്നുറങ്ങുന്നുണ്ടാവുക? മെജോറിറ്റി, എല്ലാരും ഞാൻ പറയുന്നില്ല, മെജോറിറ്റി. അപ്പൊ ആ സമയത്ത് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കാതാവുന്ന സമയത്ത് നമ്മളുടെ ബോഡി എക്സ്ട്രാ ആയിട്ട് പണിയെടുത്തോണ്ടിരിക്കണം. നമ്മളുടെ ബോഡിക്ക് വളരെ കാമായിട്ട് പണിയെടുക്കേണ്ട സമയത്ത് നമ്മൾ അതിന് ഇറിറ്റേറ്റ് ആക്കി പണിയെടുക്കാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ബോഡി എക്സ്ട്രാ എഫേർട്ട് ഇടും. എല്ലതും അങ്ങനെ തന്നെ അല്ലേ, എല്ലാ മെഷീനറീസും അങ്ങനെ തന്നെ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ബോഡി അങ്ങനെ തന്നെയല്ലേ ഉണ്ടായിരിക്കുക. സോ ആ മെറ്റബോളിസം പ്രോപ്പർ ആവാത്ത ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആ മെറ്റബോളിസത്തിന് ഒരു റീസെറ്റ് കൊടുക്കുന്നുണ്ട്. റമദാൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്തില്ല, സാധാരണ രീതിയിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ആ ഫുഡിനെ ദഹിപ്പിക്കാനുള്ള എനർജി പോലും ഇപ്പൊ എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ ജിമ്മ് പോണവർക്കൊക്കെ അറിയാം. അതായത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർഡ് ആയിട്ടുള്ള ഫാറ്റിൽ നിന്ന് എനർജി എടുക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫാറ്റ് ബേൺ ചെയ്തു പോവുക.
ഈ ഷുഗർ ഒക്കെ ഉള്ള ആളുകൾ പറയാറില്ലേ നോമ്പ് എടുക്കുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല എന്നുള്ളത്. അത് ഏത് സെൻസില്? ഫിസിക്കൽ നോമ്പ് എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് മാത്രം ഫോക്കസ് ആകുമ്പോൾ, കാരണം എന്താ, ഇൻസുലിൻ റെഗുലേഷൻ സംഭവിക്കുന്നു, ഡൈജഷൻ റീസെറ്റ് ആവുന്നു, മെറ്റബോളിസം പ്രോപ്പർ ആകുന്നു. ഇനി ഇതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നോമ്പ് എടുക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ബോണസ്, അതായത് നോമ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഫിസിക്കലുമായിട്ട് ഒരു ബന്ധവുമില്ല. ഫിസിക്കൽ കാര്യങ്ങളെ പറ്റി നമ്മൾ അവിടെ ഫോക്കസ്ഡേ അല്ല. കാരണം ആത്മീയമായിട്ട് എലവേറ്റ് ചെയ്യാൻ മാത്രമാണ് നോമ്പ്. അല്ലാത്ത നോമ്പ് എടുത്തിട്ട് കാര്യമില്ല, അല്ലാത്ത പട്ടിണിടുത്താൽ മതി. അല്ലാത്തവനക്ക് നെയ്യത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നോമ്പ് എന്താണ്, ഫിസിക്കലി സെറ്റ് ആവാൻ വേണ്ടിയിട്ട്, ഡയറ്റ് സെറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിന് നോമ്പ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് പട്ടിണി എടുക്കാന്ന് പറഞ്ഞാൽ മതി. നോമ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് ഏത് മതത്തിലാണെന്നുണ്ടെങ്കിലും ഫാസ്റ്റിംഗ്, വ്രതം എന്നൊക്കെ പറയുന്ന സമയത്ത് കംപ്ലീറ്റ്ലി അത് സ്പിരിച്വൽ എലവേഷന് വേണ്ടി മാത്രമുള്ളതാണ്. അത് ഇസ്ലാമിൽ മാത്രമല്ല, എല്ലാ മതത്തിലും നോമ്പ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിക്ക് മാത്രമുള്ളതാണ്. അപ്പൊ നമ്മൾ സ്പിരിച്വലി അലൈൻഡ് ആവാൻ വേണ്ടിയിട്ട് ഫാസ്റ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത്, വ്രതത്തിലിരിക്കുന്ന സമയത്ത് അതിന്റെ ഒപ്പുറത്ത് കിട്ടുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ബോണസ് പോയിന്റാ. എങ്ങനെ ബോണസ് പോയിന്റ് കിട്ടുന്നു? അതായത് നമ്മൾ ഈ സെല്ലുലാർ റിപ്പയറിങ്ങിനെ പറ്റി കേട്ടിട്ടില്ലേ? അതായത് കോശങ്ങളിൽ അനിയന്ത്രിതമായ പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ് ഈവൻ ക്യാൻസേഴ്സ് അടക്കം വരുന്നത്. പക്ഷെ നമ്മൾ നോമ്പെടുക്കുന്ന സമയത്ത് എന്താ നമ്മൾ ബോഡി ചെയ്യുന്നത്? നമ്മളുടെ ബോഡീന്റെ സെല്ലിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത സെല്ലുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ആവശ്യമില്ലാത്ത എക്സ്ട്രാ ആയിട്ടുള്ള സെൽസിനെ ഓൾറെഡി ഉള്ള സെൽസ് തിന്നുന്ന ഒരു അവസ്ഥയുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ഓട്ടോഫേജി. കേട്ടിട്ടുണ്ടായിരിക്കും മേ ബി. ഇവിടെ ഡോക്ടേഴ്സ് ഒക്കെ ഇരിക്കാറുണ്ട്, അവർക്ക് അറിയുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾക്കും റെഫർ ചെയ്യാം കേട്ടോ, ഇതിനൊക്കെ പറ്റി നിങ്ങൾക്ക് തന്നെ റെഫർ ചെയ്യാം. സെല്ലുലാർ റിപ്പയറിങ് ഏറ്റവും നന്നായിട്ട് സംഭവിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫേസ് ആണ് നമ്മൾ നോമ്പെടുക്കുന്ന സമയത്ത്. കാരണം അവിടെ എക്സ്ട്രാ നമ്മളൊന്നും കൊടുക്കുന്നില്ല, ഉള്ളതിനെ തന്നെ സെറ്റ് ആക്കുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ നോമ്പെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് നേരം വെളുത്ത് വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാണ്ട് കുറെ ദിവസം ഇരുന്നാൽ മതി. പക്ഷെ നോമ്പെടുക്കുന്നത് സ്പിരിച്വൽ എലവേഷൻ ആകുന്ന സമയത്ത് നമ്മൾ പോലും അറിയാണ്ട് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഫിസിക്കൽ ഇമ്പാക്റ്റുകളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതൊക്കെ. നമ്മളുടെ ഡൈജസ്റ്റീവ് ട്രാക്ട് സെറ്റ് ആകുന്നു. ലൈക്ക് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളുടെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റുകൾ എന്തായാലും നമുക്ക് ബ്രേക്ക് ചെയ്യണമല്ലോ നോമ്പില്. നോമ്പിൽ നേരം വെളുത്ത് വൈകുന്നേരം വരെ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ കുറിക്കാൻ പറ്റൂല, കാണുന്നതൊക്കെ തിന്നാൻ പറ്റൂല. സോ എന്ത് ചെയ്യും, നമ്മളുടെ ഡൈജഷന് തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു റെസ്റ്റ് കൊടുക്കുകയാണ്. ഇനി ഇത് മെന്റൽ ഹെൽത്തിന്റെ ക്യാരക്ടറിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം, നോമ്പെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായിട്ട് ചിന്തിക്കാൻ അവർക്ക് പറ്റൂല. ഉറപ്പാ. നോമ്പ് ഒരാൾ എടുക്കുന്നുണ്ടെങ്കിൽ, പ്രോപ്പർ ആയിട്ട് ഒരാൾ നോമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞ സാധനം എടുത്തുകൂടി പോകില്ല. കാരണം അപ്പം ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് പറയുകയോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇമൂൻ എന്ന് പറഞ്ഞോളി, ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞോളി എന്ന് പറയുന്നുണ്ട്. ബട്ട് ഈ ഒരു അവയർനെസ് തന്നെ നമ്മൾ ജീവിക്കുകയാണ്. അതായത് ഞാൻ നോമ്പുകാരനാണെന്ന് മറ്റൊരാളോട് പറയുക പോലും വേണ്ടാതെ നമ്മൾ ആ അവയർനെസ് തന്നെ ജീവിക്കുന്ന സമയത്ത് ആ നോമ്പ് എടുക്കുന്നവൻക്ക് ഉറപ്പുള്ള ഒരു കാര്യം, ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളെ പോലെ, നോമ്പില്ലാത്ത ദിവസങ്ങളെ പോലെ ഈവൻ നമ്മളുടെ ഓൺ കാര്യങ്ങളാലും ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. സംതിങ് നമ്മൾ എന്തിന്നോ ലോ ആക്കിയിട്ടുണ്ട്. നമ്മൾ എന്തോ തോട്ടിലേക്ക് പോവുകയാണെങ്കിൽ പോലും നമ്മൾ അത് ഇങ്ങോട്ട് വലിക്കും. കാരണം ഒന്നുകിൽ അത് എന്തെങ്കിലും തരത്തിൽ, അതായത് ആ ഒരു എലവേഷൻ നിങ്ങളിൽ കറക്റ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ മെന്റൽ ഹെൽത്ത് നിങ്ങൾക്ക് ഒരിക്കലും ട്രിഗർ ആയി പോകില്ല. അതുകൊണ്ട് തന്നെയാണ് വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റാത്തവരുടെ അടുത്ത് നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞത്. സോ നോമ്പ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലും ശമനമാണ്. അപ്പൊ നോമ്പ് ഒരു മാസത്തേക്ക് മാത്രമുള്ള ശമനമാണെന്ന് ആരും കാണരുത്. നോമ്പ് എന്ന് പറയുന്നത് അടുത്ത 11 മാസത്തേക്കുള്ള ശമനമാണ്. അടുത്ത 11 മാസത്തേക്ക് നിങ്ങൾക്ക് വരാനിരിക്കുന്ന എല്ലാ തരത്തിൽ നിന്നുള്ള ഡിസീസസിനുമുള്ള ശമനം. അത് മെന്റലി ആയിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ, സ്പിരിച്വലി ആയിക്കോട്ടെ. മെന്റലി ആൻഡ് ഫിസിക്കലി നമുക്ക് കിട്ടുന്ന ബോണസ്. ബട്ട് സ്പിരിച്വലി നമ്മൾ എലവേറ്റ് ആവുന്ന സമയത്ത് ബാക്കിയൊക്കെ നമ്മളിലേക്ക് വരും. എങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് എന്തൊക്കെ കിട്ടിയാലും, എന്തിപ്പോ നമ്മളിപ്പോ സ്വർണത്തിന്റെ കൂട്ടിലാണ് കിടക്കുന്നതെന്ന് കൂട്ടിക്കോ, പക്ഷെ എങ്കിൽ പോലും നമുക്ക് എന്തോ ഒരു മിസ്സിങ്. ആ മിസ്സിങ് എന്താ നമുക്ക് പറയാൻ പറ്റുന്നില്ല അല്ലെ? ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുക എന്ന് കേട്ടിട്ടില്ലേ? ഈ സാധനം ആൾക്കൂട്ടത്തേക്കൊന്നും പോകണ്ട. നമ്മൾ നമ്മളെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചുറ്റും എല്ലാവരും ഞാനുണ്ട് നിന്റെ കൂടെ, ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആരുള്ളൊരു ഫീൽ ഉണ്ടായിരിക്കില്ല.
എന്നാൽ ഇതേ സമയത്ത് ഈ ചില ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ആരെങ്കിലും കണ്ടില്ലേ, ഈ ഹിമാലയത്തിലൊക്കെ പോയി തപസ്സിരിക്കുന്നവരെ കണ്ടിക്കുന്നില്ലേ? ഓർക്ക് എന്ത് ഈ റിലേഷൻഷിപ്പും ചേർത്ത് പിടിക്കലൊന്നും വേണ്ടേ? എന്ന് ആലോചിച്ചൊക്കെ സിമ്പിൾ ആയിട്ട്. എത്ര പേരുണ്ട്. അപ്പൊ അവർക്ക് എവിടുന്നാണ് ഈ സമാധാനം കിട്ടുന്നത്, ചേർത്ത് പിടിക്കൽ കിട്ടുന്നത്? അപ്പോ നമ്മള് എപ്പോഴും എന്താവരുത്, നമ്മളെ പൊട്ടക്കിണറ്റിന്റെ ഉള്ളിൽ മാത്രം നമ്മളിങ്ങനെ ഒതുങ്ങാണ്ട് നമ്മൾ ചുറ്റുമുള്ളിടത്ത് കൂടി ഒന്ന് നോക്കാം അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്. അതിൽ നമ്മൾ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആകുന്ന സമയത്ത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അപ്പൊ അവരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ കണക്ഷൻ എന്താണ്? ഈ ആട്ടിൻകുട്ടി പശുവിന്റെ കുട്ടിയൊക്കെ പ്രസവിച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ ആരെങ്കിലും നടക്കാൻ പഠിപ്പിക്കണ്ടോ? അവർ ഫസ്റ്റ് തന്നെ കിടന്ന് ഓടിയിരിക്കും. ഇവർക്ക് ഇവിടുന്ന് ഇപ്പൊ ഈ സംഭവം കിട്ടുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ വീട്ടിൽ എത്ര പൂച്ചകളുണ്ട്, ലൈക്ക് നമുക്ക് ചുറ്റും നോക്കുകയാണെങ്കിൽ എത്ര പൂച്ചയുണ്ട്, ഈ എത്ര പൂച്ചക്ക് ലേബർ റൂം ഉണ്ട്? സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കിയാൽ മതി, എത്ര പൂജയ്ക്ക് ലേബർ റൂം ഉണ്ട്. ഹൗ ദേ നോ എവറിഥിങ്. ആ ഒരു ബിഹൈൻഡ് ഇന്റലിജൻസ് ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള്. അല്ലെ, ഒരു പൂച്ച പ്രസവിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്കറിയാം ഒരു ലാസ്റ്റ് സ്റ്റേജിലൊക്കെ എത്തിയ പൂച്ചകളൊക്കെ നമ്മൾ ചുറ്റുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആരും കാണാത്തൊരു സ്പേസ് തിരയും. ഈ ഇന്റലിജൻസ് അവർക്ക് എവിടെ നിന്ന് കിട്ടിയതാ? നാച്ചുറലി കിട്ടിയതെന്ന് പറഞ്ഞിട്ട് തള്ളാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? സിമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് എവിടെ നിന്ന് കിട്ടിയതാ? ആരാ അതിനെ പഠിപ്പിച്ചേ? പക്ഷികളുടെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കണം എന്നുള്ളത് ആ കുഞ്ഞിനെ ആഹ് വേണ്ട ഒരു മുട്ട കടയിരിക്കണം എന്നുള്ളത് കോഴിനെ പഠിപ്പിച്ചതാരാ? നമുക്ക് സിമ്പിൾ ആയിട്ടൊരു കാര്യം അറിയാം അല്ലെ, നമ്മളെ കുട്ടികളുടെ അടുത്ത് ഒരു മുട്ട കൊടുത്തിട്ടുണ്ടെങ്കിൽ നിലത്തേക്ക് ഇടരുത് എന്ന് പറഞ്ഞു കൊടുക്കണം നമ്മൾ. എന്ത് ചെയ്യാ കോഴിയെ മുട്ടിന്റെ അടുത്ത് എറിയാഞ്ഞ്? ഹൗ? സോ ഈ ഇന്റലിജൻസ് ഈ ഇന്റലിജൻസിനെ പറ്റി നോക്കുന്ന സമയത്ത് ഇത് ഭയങ്കര രസാ. ലൈക്ക് ഇങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നിനും നേരം ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇറിറ്റേഷൻസ് ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കാറില്ല. എനിക്ക് നേരമില്ല എന്ന് വിചാരിക്കും. എനിക്ക് എന്ത് ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം പറയും എനിക്ക് നേരമില്ല, എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് വേറെ വല്ല പണിക്കും പോകും. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ആളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ആള് പൂമ്പാറ്റനെ വളർത്തും. പൂമ്പാറ്റിനെ വളർത്തുന്ന വെച്ച് കഴിഞ്ഞാല് നാട് മുഴുവൻ തെരഞ്ഞിട്ട് ഈ പൂമ്പാറ്റ ഉണ്ടാവുന്നതിന് ഹോസ്റ്റ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ആൾ എന്ത് ചെയ്യും, അതിന്റെ പ്യൂപ്പനെ കളക്ട് ചെയ്തിട്ട് കുപ്പിയിലാക്കി അതിന് അതിന്റെ തന്നെ ഹോസ്റ്റ് പ്ലാന്റിന്റെ ഇലകളൊക്കെ കൊടുത്ത് അതിനെ വളർത്തി ആൾക്ക് അത് മാത്രമേ പണിയുള്ളൂ, വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. മീൻസ് ആൾക്ക് പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. കാരണം ആളും ആളുടെ പൂമ്പാറ്റകളും ലോകം കുറെ ചെടി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ പൂമ്പാറ്റനെ കയ്യിൽ നിന്ന് എടുത്തിട്ട്, ഈ പൂമ്പാറ്റ ഫസ്റ്റ് ഒരു വീഡിയോസ് ഒക്കെ ഉണ്ട്, ഇൻസ്റ്റയിൽ പേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പൂമ്പാറ്റ പറന്നു പോകുമ്പോൾ നമ്മൾ കുട്ടികളെ പോലെ കൈമ തന്നെ ഇരിക്കുള്ളൂ. അതിനെ പറക്കാൻ വേണ്ടി തട്ടിയിട്ടാലോ പോകില്ല, അത് നമ്മളെ കൈമ തന്നെ അങ്ങനെ ഇരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ചെടികൾക്കുള്ളിൽ തന്നെ അതിനെ കൊണ്ടുപോകും. അപ്പൊ അത് വല്ലാണ്ട് പുറത്തു പോകില്ല. അതായത് എത്ര പുറത്തു പോയാലും അവർ പറയാറുണ്ട് ആ പൂമ്പാറ്റകളൊക്കെ എൻ്റെ ഉദ്യാനത്തിൽ തന്നെ തിരിച്ചു വരാറുണ്ട് എന്നുള്ളത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഓരോ ആളുകൾക്ക് എത്ര ഹോബീസാ. ഇങ്ങനെയൊക്കെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട്, അതായത് അത് ആ നേച്ചറിനോട് അലൈൻഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മറ്റെന്തെങ്കിലും എക്സ്ട്രാ തോട്ട്സ് വന്ന് നമ്മൾ ട്രിഗർ ആക്കൂ? ഒരു തോട്ട്സും നമ്മൾ ട്രിഗർ ആക്കൂല. അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊന്നും നമ്മളെ ട്രിഗർ ചെയ്യൂല. സോ ഇതേപോലെ തന്നെയാണ് നമ്മൾക്ക് റമദാനും. റമദാനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, റമദാനിൽ നമ്മൾ ആ ബ്യൂട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മറ്റൊന്നും നമ്മളെ ട്രിഗർ ചെയ്യില്ല. അറ്റ്ലീസ്റ്റ് റമദാൻ എന്ന് പറയുന്നത് ഈ അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന ചില കാര്യങ്ങളെ ഒന്ന് നോക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ റമദാനിൽ നിങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ്. സിമ്പിളായിട്ട് ഈ കുഞ്ഞു കാര്യങ്ങൾ മതി. ഇതെന്തോ വലിയ മലമറിക്കുന്ന പണിയാണ് ഈ മതം എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രശ്നം, അങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രശ്നം, അങ്ങനെ പറഞ്ഞാൽ ലോകത്ത് ആരെയും എന്തെങ്കിലും ചെയ്യോ? സിമ്പിൾ. വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈസൻസ്, ഇവിടെ ലൈസൻസ് ഉണ്ടായിട്ട് ഷോക്കേസിൽ വെച്ചിരിക്കുന്ന എത്ര ആൾക്കാരുണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പൊ ചോദിച്ചാൽ ഒരു മെജോറിറ്റി പോന്തി വരും. പ്രത്യേകിച്ച് ലേഡീസ്. ലൈസൻസ് ഉണ്ട്, ലൈസൻസ് ഉണ്ടായിട്ട് എന്താ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഒന്നെങ്കിൽ പെട്ടിയിലിട്ടൊക്കെ അല്ലെങ്കിൽ അലമാറയിട്ടൊക്കെ അല്ലെങ്കിൽ ഷോക്കേസിൽ വെക്കും. എനിക്ക് ലൈസൻസ് ഉണ്ട് എന്നിട്ട് വണ്ടി ഓടിക്കും, ഇല്ല എനിക്ക് പേടി.
അതിന്റെ റീസൺ എന്തായിരിക്കും? ഇതൊക്കെ കിട്ടിയിട്ടും എന്തുണ്ടാവും? അല്ലാ അവിടെ വിട്ടുവോ, ഇവിടെ വരുമോ, അപ്പുറത്ത് നല്ല ട്രിഗർ വന്നിട്ടുണ്ടായിരിക്കും. ഡെഫിനറ്റ്ലി തൊട്ടപ്പുറത്തുനിന്ന് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്ത് ഇറങ്ങിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങാത്തവരൊന്നും ഇവിടെ ഇല്ല. അപ്പൊ അവർ എങ്ങനെങ്കിലൊക്കെ ലെവലപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് റോട്ടുമ്മക്ക് അങ്ങോട്ട് ഇറങ്ങും. റോട്ടുമ്മ വണ്ടി ഓടിക്കാത്ത പെണ്ണുങ്ങളെ കാലമൊന്നുമല്ലല്ലോ ഇത്. അപ്പൊ എന്തുകൊണ്ട് ചിലവർക്ക് ഇതൊക്കെ കിട്ടിയിട്ട് ഇത്ര പൈസ കൊടുത്ത് ലൈസൻസ് ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്ത് എന്നിട്ടും ഈ സംഭവം സെറ്റ് ആവുന്നില്ല എങ്കിൽ വാട്ട് ഹാപ്പൻസ്? അപ്പൊ അതിന് ഡെഫിനറ്റ്ലി എന്തുണ്ടായിരിക്കും? എവിടുന്നോ കേട്ടിട്ടുള്ള കുറച്ച് പേടിപ്പെടുത്തുന്ന സാധനങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും, റൈറ്റ്? എവിടുന്നോ കേട്ടിട്ടുള്ള, ആരൊക്കെയോ പറഞ്ഞിട്ടുള്ള, അതായത് ഞാൻ അവിടെ വണ്ടി ഉണ്ടാവും, ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാവും, ഇവര് മുട്ടി അവർ ചീത്ത പറയും, ഞാൻ നല്ലപോലെ ഓടിച്ചിട്ടില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് അങ്ങോട്ട് ചീത്തയേക്കും, ട്രാഫിക് തെറ്റിക്കൂലേ? ഈ സംഭവത്തിൽ നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ജന്മത്തിൽ നമ്മൾ വണ്ടി ഓടിക്കൂല. അതേപോലെ തന്നെയാണ് നമ്മള് എന്ത് ചെയ്യാണ്? ഈ റമദാൻ ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, നമ്മൾ അതിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഇനിയിപ്പോ അതൊക്കെ നടക്കുവോ പഠിച്ചോണ്ട്, എന്റെ അതൊക്കെ സ്വീകരിക്കോ പഠിച്ചോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്മത്തിൽ ആ വഴിക്ക് നമ്മൾ പോകില്ല. അതുകൊണ്ടാണ് നമ്മളും നമ്മളുടെ സൃഷ്ടാവും തമ്മിൽ ഫ്രിക്ഷൻ വരുന്നത്. ഇപ്പൊ നമ്മളും നമ്മളുടെ സൃഷ്ടാവും തമ്മിൽ ഈ ഫ്രിക്ഷൻ മാറണമെങ്കിൽ ഇടയ്ക്ക് കുറച്ച് ഗ്രീസ് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ നിന്നിരിക്കാം. ഇവിടെ പ്രത്യേകിച്ച് പേയ്മെന്റ് ഒന്നും ഇല്ല. മോർണിംഗ് കഫേയിൽ വന്നിരിക്കാൻ. ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ട് ഹാപ്പിയസ്റ്റ് എന്താണെന്നുള്ള അഡ്വാൻസ് ലെവലിൽ ടൂൾസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് പെയ്ഡ് സെഷനിലും വന്നിരിക്കാം. സോ ഇന്ന് നമ്മൾ മോർണിംഗ് കഫേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് 11 മാസത്തേക്കുള്ള പുതുക്കൽ എങ്ങനെ ആവണം, അതായത് പുതുക്കൽ ഉണ്ടാവണം എന്നുള്ളൊരു ബോധപ്പം കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് പുതുക്കണമെങ്കിൽ ഈ റമദാൻ നഷ്ടപ്പെടാതിരിക്കണം എന്നുള്ളത്. സോ ഈ റമദാനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നെക്സ്റ്റ് റമദാനിൽ യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും നമുക്ക് ആർക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇറ്റ്സ് ബെറ്റർ നമ്മൾ അതിനെ ഇപ്പൊ തന്നെ പുതുക്കി ഇരിക്കുക എന്നുള്ളത്. റെഡി? സോ ഈ ആഴ്ച നമ്മൾ മോർണിംഗ് കഫേന്റെ പേജിൽ ടാസ്കുകളൊന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ടാസ്കുകൾ ഇതുവരെയും ടാസ്ക് ചെയ്യാത്തവർക്കാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് കഫേന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നമ്മൾ ഹൈലൈറ്റിൽ ടാസ്കുകൾ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ചെയ്യാത്തവർക്ക് കഴിഞ്ഞ ആഴ്ചയിലുള്ള ടാസ്കുകൾ ഓരോ ദിവസം വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. നിങ്ങൾ അതിൽ പോയി നോക്കിയാൽ കാണാം, അത് ഹൈലൈറ്റ് കൊടുക്കുന്നുണ്ട്. ഇനി സ്പിരിച്വൽ മെന്ററുകൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡെയിലി ടാസ്കുകൾ അതിലുണ്ടായിരിക്കും. റെഡി? സോ ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ന് പ്രത്യേകിച്ചൊന്നും പറയാനില്ലേ? അസ്സലാമലൈക്കും. വലൈക്കും സലാം. അൽഹംദുലില്ലാ, അന്നത്തെ മെഡിറ്റേഷന് ഭയങ്കര ഒരു സന്തോഷം, മിനിറ്റ്. ഭയങ്കര സന്തോഷമാണ്. പറഞ്ഞോളൂ. ഇന്നത്തെ മെഡിറ്റേഷന് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. ഉം. പക്ഷെ ആ ഒരു ഡിവൈൻ ഇങ്ങോട്ട് നമുക്ക് വന്ന പോലെ ഒരു ഫീലിംഗ് മാം പറഞ്ഞു, നമുക്കൊരു തരിപ്പ് അനുഭവപ്പെട്ട പോലെ എന്നൊക്കെ. അപ്പൊ ഭയങ്കര സന്തോഷം, സങ്കടം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് മോർണിംഗ് കഫേ എന്ന് പറയണത് ഞാൻ എന്റെ ഉമ്മാനായിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ആ മോർണിംഗ് കഫേ ഉണ്ടായിരുന്നത്. അത് ചിലപ്പോ എനിക്ക് അവിടെ അല്ലായിരുന്നെങ്കിൽ എനിക്ക് അന്ന് ഫസ്റ്റ് ഈ മോർണിംഗ് കഫേന്റെ നമ്മളെ ഗൂഗിളിൽ പറയുന്ന തന്നെ കുറെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അന്ന് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കുട്ടിയായിരുന്നു ഇതിക്ക് ചെയ്തു തന്നിരുന്നത്. അപ്പൊ ഞാനൊരു വീട്ടിലായിരുന്നെങ്കിൽ ഒരിക്കലും എന്നെ കൊണ്ട് അത് ചെയ്യാനും എനിക്ക് കയറാനും പറ്റുണ്ടായിരുന്നില്ല. എല്ലാം അൽഹംദുലില്ലാ അന്ന് അങ്ങനെ എനിക്ക് അവിടെ അതിനോട് എനിക്ക് കയറാൻ പറ്റി. ഇന്നത്തെ മോർണിംഗ് കഫേൽ എന്ന് പറയുമ്പോൾ മാം പറഞ്ഞു മരിച്ച ആളുകളോടൊക്കെ സംസാരിക്കാനും ഓല ഒരു ബ്ലെസ്സിങ് കിട്ടാനും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഇമോഷണൽ ആയിട്ടും ഭയങ്കര ഒരു സന്തോഷം എന്തൊക്കെയോ. പിന്നെ അതേപോലെ പറയണ എന്തോ നമുക്ക് എത്ര ഉണ്ടെങ്കിലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല എന്ന്. പക്ഷെ പഠിച്ചവനോട് അടുക്കുമ്പോ നമുക്ക് എന്ത് തന്നെ ഇവിടെ ഉണ്ടായാലും നമുക്കൊരു കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് വന്നല്ലോ. അൽഹംദുലില്ലാ. അതേപോലെ എന്തോ ഭയങ്കര ഹാപ്പിയാണ്. അതേപോലെ ഒരു മോർണിംഗ് കഫേ ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിവൺ എൽസ്? ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. ഇവിടെ ഉള്ളവരൊക്കെ ഇരുത്ത് എനിക്കറിയാം. ഇനിയിപ്പോ ഞാൻ പറയണോ? നോ വേ. അതായത് ഈ കാര്യത്തിൽ മാത്രം ഞാൻ ഫോഴ്സ് ചെയ്യാറില്ല, കാരണം അത് വേണ്ടിയവർക്ക് മാത്രമുള്ളതാണ്. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്.
ഓക്കെ. സോ ഇൻഷാല്ല നെക്സ്റ്റ് മോർണിംഗ് കഫേയിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് എവ്രി വൺ. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് മോർണിംഗ് കഫേയിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്താം കേട്ടോ. സോ ബി ഇൻ വീഡിയോ മോഡ്. താങ്ക് യു സോ മച്ച്.